സാർ, ഇപ്പം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ കാര്യം ചർച്ചയിലേക്ക് വരികയാണ്. അതിൽ ഇസ്രയേൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഹമാസിന് കുറച്ച് പേടിയുണ്ട്, മീഡിയേറ്ററായിട്ട് ഈജിപ്തിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഹമാസ് ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലുള്ള അൽ-അക്സ ആക്രമിക്കണമെന്ന് ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ അൽ-അക്സയിൽ ഇപ്പോൾ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. കാരണം റമദാൻ അല്ലെങ്കിൽ റംസാൻ സീസണാണ് വരുന്നത്. അപ്പോൾ വളരെയധികം ഭക്തന്മാർ ഇവിടേക്ക് ഇടിച്ചു കയറും. ഒരുമിച്ച് ഇടിച്ചു കയറി കഴിഞ്ഞാൽ നിയന്ത്രണം ഇല്ലാതാകുകയും ചെയ്യും. പിന്നെ അവരതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ പല രീതിയിലുള്ള പെരുമാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ കുറച്ച് നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. അത് പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പോൾ ഈ പ്രാവശ്യം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നിയന്ത്രണമൊന്നും വേണ്ട എന്നുള്ളതാണ് ഹമാസിന് ഉള്ള പോളിസി. ഹമാസിന് ഒരു നിയന്ത്രണം ഇഷ്ടമല്ല, അങ്ങനെ ഒരു ലോലെസ്നെസ് ആണ് അവർക്കിഷ്ടം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ അൽ-അക്സ മോസ്കിലേക്ക് അങ്ങ് സ്റ്റോം ചെയ്യുക, ഇടിച്ചു കയറുക, ഒരു മിന്നലാക്രമണം. അങ്ങനെ മിന്നലാക്രമണത്തിലൂടെ അൽ-അക്സയുടെ നിയന്ത്രണം പാലസ്തീനിയൻസ് ഏറ്റെടുക്കുന്നത്. അവിടെ ഇസ്രായേലി ആൾക്കാരൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി അതിൻ്റെ അകത്ത് ഇടിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലി പോലീസിനെയും സെക്യൂരിറ്റി ഏജൻസീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇസ്രായേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്ന ആൾക്കാരെ റംസാൻ സീസണിൽ നിയന്ത്രണങ്ങൾക്ക് ഇസ്രായേൽ വിധേയമാക്കുന്നതിന് അവരോട് ഈ ഹമാസിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ഹമാസിന് യാതൊരു താല്പര്യമില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും ഉള്ള ഈ പാലസ്തീനിയൻസിനോടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളാണ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത്. ഗാസയിലെ ആൾക്കാരല്ല, വെസ്റ്റ് ബാങ്കിലെയും ജെറുസലേമിലെയും ആൾക്കാർ ഒരുമിച്ച് ചെന്നിട്ട് ഈ സ്ഥലം ആക്രമിക്കുക, എല്ലാവരും കൂടി ചെല്ലുക, എന്നിട്ട് സ്റ്റോം ചെയ്യുക. അങ്ങനെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആണം എന്നാണ് ഒരു ആജ്ഞയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിർദ്ദേശം പറയല്ല, ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന റെസ്ട്രിക്ഷൻസിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക്, പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് നേരത്തെ തന്നെ വിവരം അറിയിക്കണം ആരൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെ വരാൻ പ്ലാനുള്ളവർ അതിനൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ പരിഗണിച്ചതിന് ശേഷമേ അവരിതിനകത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ സീസ് ഫയർ നടന്നല്ലോ, ഒക്ടോബർ 7 അറ്റാക്ക് നടന്ന അതിനുശേഷം സീസ് ഫയർ നടന്നു. ഈ സീസ് ഫയറിൻ്റെ ഭാഗമായിട്ട് വിട്ടയച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഒക്ടോബർ 7 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പിടിയിലായിരുന്ന ആൾക്കാർ ഇപ്പോൾ നിർബന്ധിതമായിട്ട് തിരിച്ചുവിടേണ്ടി വന്നു. കാരണം ഹോസ്റ്റേജസിന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയിരിക്കുന്നവരെ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ഇസ്രായേലിന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സീസ് ഫയറിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ചെന്നിരിക്കുന്ന ആൾക്കാരെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് ചില ഏജ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഏജ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പക്കാർ കുട്ടികളാണെങ്കിൽ 12 വയസ്സിന് താഴെയുള്ള ആർക്കും പ്രവേശിക്കാം, അതിന് വേറെ നിയന്ത്രണങ്ങളൊന്നുമില്ല. പിന്നെ പ്രവേശിക്കാവുന്നവർ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രവേശനം അനുവദിക്കും. പിന്നെ പുരുഷന്മാരാണെങ്കിൽ 55 വയസ്സിൽ കൂടുതലുള്ളവരായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഏജ് റെസ്ട്രിക്ഷൻസ് പാലിക്കണം. കുട്ടികളാണെങ്കിൽ 12 വയസ്സിൽ താഴെയായിരിക്കണം, സ്ത്രീകളാണെങ്കിൽ 50 വയസ്സിന് മുകളിലായിരിക്കണം, പുരുഷന്മാരാണെങ്കിൽ 55 വയസ്സിന് മുകളിലായിരിക്കണം. ഇങ്ങനെ ചില ഏജ് റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നിയന്ത്രണങ്ങളൊക്കെ വെസ്റ്റ് ബാങ്കിൻ്റെ കേസിലും കഴിഞ്ഞ വർഷം ഇവർ ഏർപ്പെടുത്തിയായിരുന്നു. അന്ന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ആരും പറഞ്ഞിരുന്നില്ല. ഈ ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ ഹമാസ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇപ്പോൾ ഒരു ഫൈനൽ ഷേപ്പൊന്നും ആയിട്ടില്ല. നേരത്തെ തന്നെ ഇസ്രായേൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഇവർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ അൽ-അക്സ മോസ്ക് ആക്രമിക്കുക, ആക്രമണത്തിലൂടെ അതിൻ്റെ കൺട്രോൾ പിടിച്ചെടുക്കുക, അതിൻ്റെ ദൗത്യം വെസ്റ്റ് ബാങ്കും ജെറുസലേമിലും ഉള്ള ഈ പാലസ്തീനിയൻസിനെ ഏൽപ്പിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലെ കണ്ടീഷൻ. പിന്നെ സിറിയയുമായിട്ടും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലേ? സിറിയയിൽ അസദ് ഭരണകൂടം പോയി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അവിടെ ചില തലപൊക്കലുകളൊക്കെ വരുന്നു. അതായത് ഈ അവിടുത്തെ ഷര എന്ന് പറയുന്ന ഭരണാധികാരി, ഇപ്പോഴത്തെ ഭരണാധികാരി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഈ സിറിയയുടെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അവിടെ വിട്ടു പോയിക്കൊള്ളണം,
അവിടെ ഇനി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ തന്നെ ഇസ്രായേൽ സദേൺ സിറിയയിൽ ഒരു ആക്രമണം നല്ല രീതിയിലൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അതേപോലെ മിലിറ്ററി കമാൻഡ് സെൻറ്റേഴ്സും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇസ്രായേൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സദേൺ സിറിയ ഒരു സദേൺ ലെബനോണായിട്ട് മാറരുത്. സദേൺ ലെബനോണിൽ നിന്നാണ് സ്ഥിരം ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഹെസ്ബുള്ള വല്ലാതെ വളർന്നു. ഹെസ്ബുള്ളയെ പിന്നെ വളരെ വിഷമിച്ചാണ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതേപോലെ ഹിസ്ബുള്ള അവിടെ കാട്ടിക്കൂട്ടിയ പോലെ ഇപ്പോൾ സിറിയയിൽ എന്തെങ്കിലും ഇതേപോലെ സദേൺ സിറിയ എന്ന് കാണിക്കാൻ ഉള്ള ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അതായത് ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള കുറേ പേരുണ്ട് അവിടെ. കാര്യം ഇറാനുമായിട്ടാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇറാൻ്റെ ശത്രുവാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ആജ്ഞ സ്വീകരിക്കുന്ന കുറച്ച് പേര് അവിടെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബൌട്ട് 15% അടുത്ത് അവിടെ ഷിയ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ ഈ ഇറാനിൽ നിന്നും മോചനം കിട്ടി സിറിയയിൽ നിന്നും ബാഷർ അൽ അസാദിനെ ഓടിച്ചെന്നൊക്കെ പറഞ്ഞാലും ഈ ബാഷർ അൽ അസാദിൻ്റെയും ഇറാൻ്റെയും ശിഷ്യന്മാരായിട്ട് അവരുടെ ആജ്ഞ സ്വീകരിക്കുന്ന കുറച്ച് പേരുണ്ട്, അതായത് ഷിയ മുസ്ലിംസ്. അപ്പോൾ ആ ഷിയകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഷിയകൾ സുന്നികൾ ഇപ്പോൾ അത്ര താല്പര്യമില്ല എന്നല്ല, ഒട്ടും താല്പര്യമില്ല, അവർ ശത്രുക്കളാണ് ഇറാനായിട്ട്. പക്ഷേ ഷിയകൾക്ക് ഇപ്പോഴും ഇറാനോടും ആയത്തുള്ളയോടും കൂറുള്ളതുകൊണ്ട്, അതേപോലെ തന്നെ പഴയ ബാഷർ അൽ അസാദിനോട് കൂറുള്ളതുകൊണ്ട് ആ കൂറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉള്ള ഏരിയാസിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹമാസ് ഒരു പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം ഇപ്പം ഈ കഴിഞ്ഞ തവണ ഇസ്രായേൽ ഈ ഹമാസ് നൽകിയ ഡെഡ് ബോഡിയെ വെച്ചിട്ട് ഒരു വലിയ ആഘോഷമൊക്കെ നടത്തി. അപ്പോൾ ഡെഡ് ബോഡിയെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഇത്തരം ആഘോഷങ്ങളിലെ ഇസ്രായേൽ ജനത നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. പക്ഷേ അവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് തങ്ങളുടെ നാട്ടിലെ ആളുകൾ അത് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ടാണെങ്കിലും സ്വീകരിക്കണം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് നൽകണമെന്നൊക്കെയുള്ളൊരു നിലപാടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പം പറയുന്നത് ഈ ശനിയാഴ്ചയ്ക്കുള്ളിൽ 4 ഡെഡ് ബോഡിയും കൂടെ വിട്ടുകൊടുക്കാം. അതിന് പകരം 602 തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടുകൊടുക്കേണ്ടത്. കഴിഞ്ഞ തവണ ഈ 602 തടവുകാരെ വിടാൻ പോയപ്പോഴാണ് വീണ്ടും അത് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകുമോ അതോ ഈ പറയുന്ന ഡെഡ് ബോഡിയുടെ അടുത്ത് അനാദരവ് കാണിച്ചു എന്നുള്ള പ്രശ്നം കൊണ്ട് ഹമാസിൻ്റെ അടുത്ത് രൂക്ഷമായ നിലപാട് ഇവർ സ്വീകരിക്കുമോ? കാരണം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രായേൽ ടാങ്കുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ തന്നിട്ട് ആക്രമണത്തിനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിനെ കംപ്ലീറ്റ്ലി നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ഉള്ള പദ്ധതിയാണ്. പിന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ ഈ ഏറ്റവും വലിയ അസറ്റ് ഈ കുറച്ച് ശരീരങ്ങളും കുറച്ച് ഹോസ്റ്റേജസുമാണ്. വേറെ അവർക്ക് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇതാണ് ബാർഗൈനിങ് ചിപ്സ്. അതേസമയം അവർക്ക് ഇനിയിപ്പോൾ ഈ പ്രശ്നം മൂലം കുറേ പേര് മരിച്ചു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് നോ ഡിഫറൻസ്. ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജീവൻ ഇറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് അവർ ആ ബാക്കിയുള്ള ജീവൻ എങ്ങനെയെങ്കിലും അത് രക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ വീക്ക്നെസ് കണ്ടിട്ട് അത് മുതലെടുക്കുകയാണ് ഹമാസ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-25 പേരോ ആ രാജ്യത്തുണ്ട്, അവരവിടെ പെട്ടുപോയി, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരവരുടെ കാര്യം നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ആക്രമണം നടത്തും. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. അവരവരുടെ ഓരോ ലൈഫിനും ദേ കെയർ ഫോർ ഈച്ച് ലൈഫ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നന്നായിട്ട് മുതലാക്കാണ് ഹമാസ്. അതുകൊണ്ട് ആണ് ഈ ഹമാസ് ഈ പണിയൊക്കെ കാണിക്കുന്നത്. മാത്രമല്ല ഈ ഹമാസിൻ്റെ ഇടയിൽ നേരത്തെ ഈ ഒക്ടോബർ 7 ആക്രമണം സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതായത് നേതൃത്വത്തിൽ തന്നെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഇപ്പോഴും ഹമാസ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായ ഒരു നേതൃത്വത്തിൻ്റെ കൺട്രോളിലല്ല. മാത്രമല്ല ഇറാനിൽ നിന്ന് ഒരു സഹായമൊന്നും കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ ഹമാസ് രണ്ടും കൽപ്പിച്ചൊരു പോരാട്ടത്തിലേക്ക് ഇറങ്ങിയാൽ ഇസ്രായേൽ മുഴുവനായിട്ട് അങ്ങ് തീർത്ത് കളയില്ല. ഇനിയിപ്പോൾ ഈ കുറച്ച് ജീവനുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അഗ്രസീവായിട്ട് ഇസ്രായേലും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം ഈ കുറച്ച് 10-25 പേരും കൂടി ബാക്കിയുണ്ടല്ലോ, അതാണ് ഹമാസിനുള്ള ശക്തിയല്ല. അത് അവരുടെ കയ്യിൽ വേറെ ശക്തിയൊന്നും കാര്യമായിട്ടില്ല. ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് അവർ ഇസ്രായേലിനെ നേരിടാനായിട്ട് ശ്രമിക്കുന്നത്. അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ ഇസ്രായേലിൻ്റെ പോളിസി മാറും. അപ്പോഴായിരിക്കും ഇസ്രായേലും അമേരിക്കയും കൂടി യോജിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും സംഭവിക്കും. ഇപ്പോൾ യാഹ്യ സിൻവർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ തന്നിഷ്ടപ്രകാരമാണ് അന്ന് ഹമാസ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയതുകൊണ്ട് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഇല്ലാതായി. പാലസ്തീൻ ജനതയ്ക്ക് വീടില്ല, അവരുടെ വ്യാപാരങ്ങൾ, കൃഷിയിടങ്ങളെല്ലാം നശിച്ചു. അപ്പോൾ പലസ്തീനെ ഇല്ലാതാക്കിയത് ഹമാസിലെ ചില നേതാക്കളുടെ പ്രവർത്തനമാണെന്ന് അതിനുള്ളിൽ തന്നെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇനി ഹമാസിന് അവിടെ നിലനിൽപ്പുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ടും ആ പലസ്തീൻകാരുടെ പിന്തുണ വേണ്ടേ. പക്ഷേ അവരിങ്ങനെ ഈ കണ്ണും പൂട്ടി
അവരുടെ നേതാക്കൾ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ കണ്ണും പൂട്ടി അങ്ങ് അനുസരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, ബാക്കിയുള്ളവരെ എതിർക്കുകയും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ ഹമാസിനെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അവർ അധികാരത്തിൽ വന്നത് 2007 മറ്റാണ്. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ആണെങ്കിൽ കൂടി 5 വർഷം അതിൽ കൂടുതൽ നിലനിൽക്കില്ലല്ലോ. ഒരു പ്രാവശ്യം അവർ അധികാരത്തിൽ വന്നാൽ പിന്നെ ഇലക്ഷനും ഇല്ല, ഡെമോക്രസി എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അവർ അന്നോട്ട് ഭരിക്കുകയാണ്. പിന്നെ അവർക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെടിവെക്കാൻ, കൊല്ലാൻ, ഒന്നും ചെയ്യാൻ അവരെന്ത് പറഞ്ഞാലും ആൾക്കാരനുസരിക്കും. കാരണം നെക്സ്റ്റ് തിങ് ഈസ് സ്കിൽ, പറഞ്ഞാൽ കേൾക്കാത്ത. എവിടെയും ആക്രമിക്കാം, എവിടെയും കൊല്ലാം, എവിടെയും എന്തും നശിപ്പിക്കുക. അതാണ് അവരുടെ അധികാരവും അവകാശവും. അപ്പോൾ ആൾക്കാർക്ക് അവരെ പേടിയുണ്ടാവും. എന്തായാലും ഈ അൽ-അക്സ ആക്രമിക്കണമെന്നുള്ള ഈ ഹമാസിൻ്റെ നിലപാട് അത് പൂർണ്ണമായും നടപ്പാകുമോ, അതിന് ഇസ്രായേൽ എന്ത് മറുപടി കൊടുക്കുന്നുള്ള കാത്തിരിക്കും അല്ലേ? അതൊന്നും നടപ്പാകില്ല, അത് ഇസ്രായേൽ അനുവദിക്കില്ല. അത് കാരണം ഇതിനു മുമ്പ് ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇസ്രായേൽ നല്ല ശക്തി ഉപയോഗിച്ച് തന്നെ അതിന് നേരിട്ടിട്ടുമുണ്ട്. അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്, ഇസ്രായേൽ അത് നേരിടും എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.